ഹായ് ഫ്രണ്ട്സ്, നെബെക്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യ മേഖലയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യുക എന്ന് നമുക്ക് പഠിക്കാം. അതിന് ഒരു ഉദാഹരണ സഹിതം നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് എന്ന് പഠിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ് ഡേഷ്. അവിടെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടത്. സാധാരണ മലയാളത്തിൽ നമ്മൾ അവൻ ഇന്ന് വരും അല്ലേ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. ഈ അല്ലേ എന്നുള്ളതിനെയാണ് നമ്മളെന്ത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന പേരിൽ വിളിക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചോദ്യത്തിന്, ഈ ഉദാഹരണത്തിന് ഉത്തരം എഴുതിക്കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്നുള്ളത് വളരെ ലളിതമായിട്ട് പഠിക്കാം. ഇവിടെ ഈ സെൻറ്റൻസ് എങ്ങനെയാണ്? യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ് എന്നിട്ട് ഒരു ഡേഷ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താക്കേണ്ടത്, എഴുതേണ്ടത്. നമുക്കൊരു 4 റൂൾസ് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നുള്ളത്, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആണ്, നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ടാഗ് എന്തായിരിക്കണം? ടാഗ് ഒരു നെഗറ്റീവ് ടാഗ് ആയിരിക്കണം. അല്ലേ ഇല്ലേ എന്ന് പറയുന്ന രീതിയിൽ ഒരു നെഗറ്റീവ് ആയിരിക്കും എന്ത് ടാഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ടാഗ് എപ്പോഴും തുടങ്ങേണ്ടത് ഹെൽപ്പിംഗ് വെർബിലാണ്. ടാഗ് തുടങ്ങേണ്ടത് ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ ആ ഹെൽപ്പിംഗ് വെർബിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതുപോലെ ഈസോ, ആറോ, അല്ലെങ്കിൽ വേറോ, ആ രീതിയിൽ വാസോ, ഹാസോ, ഹാവോ, ഇതൊക്കെയാണ് എന്ത് വരുന്നുള്ളത്? ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഈ ഹെൽപ്പിംഗ് വെർബിലാണ് എന്ത് ചെയ്യേണ്ടത്? ടാഗ് തുടങ്ങേണ്ടത്. ഇനി ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ എല്ലാ സമയത്തും ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല. അങ്ങനെ ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ആ സെൻറ്റൻസിലെ വെർബ് നോക്കിയിട്ട് അവിടെ ഡൂവോ, ഡസ്സോ, ഡിഡോ നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. ഒന്നെങ്കിൽ ഡു, അല്ലെങ്കിൽ ഡസ്, അല്ലെങ്കിൽ ഡിഡ്. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുള്ളത് വരുന്നത്. അപ്പോൾ ഇതിലൂടെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങേണ്ടത്. ഓക്കെ. രണ്ടാമത്, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ അവസാനത്തിൽ പൊതുവെ 2 വാക്കുകളാണ് അതിലുണ്ടാവുന്നത്. അതിൻ്റെ അവസാനം എപ്പോഴും എന്തായിരിക്കണം? അതൊരു പ്രൊനൗണിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗിൻ്റെ അവസാനം ഒരു പ്രൊനൗൺ ആയിരിക്കും. ഹിയോ, അല്ലെങ്കിൽ ഷിയോ, ദേയോ, ഇറ്റോ, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊനൗൺ ആയിരിക്കും എന്ത് ചെയ്യുന്നുള്ളത്? ക്വസ്റ്റ്യൻ ടാഗിൻ്റെ അവസാനത്തിൽ വരുന്നത്. ഇത്രയും സിമ്പിളായിട്ടുള്ള റൂൾസേ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിനുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യത്തെ നമ്മുടെ ഈ ഒരു ചോദ്യം നമുക്ക് നോക്കാം. യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതാണ് എന്ത് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഉത്തരം എപ്പോഴും എന്തായിരിക്കണം? ഉത്തരം എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്നാൽ രണ്ടാമത്തെ നമ്മളിലേക്ക് പോവാം. ഇത് തുടങ്ങേണ്ടത് അല്ലേ? യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഇതിൽ ഹെൽപ്പിംഗ് വെർബ് ഒന്നുമില്ല. നമുക്കറിയാം ഇതിൽ ഹെൽപ്പിംഗ് വെർബൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്? പ്ലേ എന്ന് പറയുന്ന V1 ഫോമിലുള്ള ഒരു വെർബ് ഉണ്ട്. അപ്പോൾ പ്ലേ ആണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ടാഗിൽ വരുന്ന ഹെൽപ്പിംഗ് വെർബിന് പകരം ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കും? പ്ലേ എന്ന് പറയുന്ന V1 ഫോമിലുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും വരേണ്ടത്? ഡു ആയിരിക്കും അവിടെ വരേണ്ടത്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ വാക്ക് എന്തായിരിക്കണം? രണ്ടാമത്തെ വാക്ക് ഒരു പ്രൊനൗൺ ആയിരിക്കണം. ടാഗിൻ്റെ അവസാനത്തിൽ എന്താണ് വരേണ്ടത്? ഒരു പ്രൊനൗൺ. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു പ്രൊനൗൺ ഉണ്ട്, ദേ എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഡു ദേ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ്, ഡു ദേ. അതാണ് ഇതിൻ്റെ എന്ത് ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗാണ്. 4 ഓപ്ഷൻ ഉണ്ട്. ആം ഐ, ആം ഇൻഡ് ഐ, ആർ ഇൻഡ് ഐ, ആർ ഐ. അപ്പോൾ ആദ്യം നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. അതൊരു പോസിറ്റീവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ ടാഗ് ഒരു നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ 2 ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആം ഐയും ആർ ഐയും അല്ലേ? അത് രണ്ടും എന്താണ്? ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിൽ നെഗറ്റീവായിട്ട് വരുന്നത് ആമിൻ്റെയും ആറിൻ്റെയും. അപ്പോൾ 2 ഓൾറെഡി എന്തായി? കട്ടായിട്ട് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ആദ്യത്തെ ഭാഗം. അപ്പോൾ ഇതിൽ ആം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നുള്ളത്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നുള്ളത്. അപ്പോൾ ആമിൻഡ് എന്നായിരിക്കും എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. പക്ഷേ ഇംഗ്ലീഷിൽ എന്തില്ല? ആമിൻഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇംഗ്ലീഷിലില്ല. അതിന് പകരം ഉപയോഗിക്കുന്ന ഏതാണ്? ആറിൻഡ് എന്നുള്ളതാണ്. ഓർമ്മിച്ച് നോക്കുക. ഇംഗ്ലീഷിൽ എന്തില്ല? ആമിൻഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറില്ല. ആറിൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം കിട്ടി. രണ്ടാമത്തത് പ്രൊനൗൺ ആണ്. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഇവിടെ ഓൾറെഡി ഒരു പ്രൊനൗൺ ഉണ്ട്, ഐ എന്ന് പറയുന്ന പ്രൊനൗൺ ഉണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും എന്ത് വരുന്നുള്ളത്? ക്വസ്റ്റ്യൻ ടാഗിലും വരുന്നുള്ളത്. അപ്പോൾ ആറിൻഡ് ഐ എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം.
അടുത്തതായി നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള ഒരു ചോദ്യമാണ് ദേ റെയർലി വിസിറ്റ് അസ്. 4 ഓപ്ഷൻ ഉണ്ട്. ഡു ദേ, ഡോണ്ട് ദേ, ഡിഡ് ദേ, ഡിഡിൻറ്റ് ദേ. അപ്പോൾ ഇതിലേതായിരിക്കും ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.